ഞങ്ങൾ നിലയ്ക്കിൽ നിന്ന് വരുന്നവരാണ്. അവിടത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലും ക്രിസ്തുദേവന്റെ ഒരു പ്രാർത്ഥനാ മന്ദിരം നിർമ്മിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റി തരണം. എന്റെയും ജീവിത ലക്ഷ്യം അത് മാത്രമാണ്. നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. ശരി, പോകാം. അയാൾക്ക് എന്തോ ഒരു മന്ത്രശക്തി ഉണ്ടെന്നുള്ള തീർച്ച. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജന്തുവിനെ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതേതാണ്ട് ഒരു ചെപ്പിടി വിദ്യ അല്ലാതെ. ഭീരു, അയാൾക്ക് മനസ്സിലായി അയാളുടെ വിദ്യ ഒന്നും ഇനി നടത്തില്ല. അതാണ് എന്റെ ശരി. അവൻ ഇവിടെയും കുറിച്ചു. ഇനി ഇവിടെ വച്ചേക്കണ്ട. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഓക്കെ അങ്ങോട്ട് കരിഞ്ചെ കുറിച്ച് പൊന്തിക്കണം. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. പോകാം. കുരിശ് പണിത് കൊണ്ടുവരാമെന്ന് അയാൾ ഏറ്റിരുന്നതാണ്. ഇതുവരെ കണ്ടില്ലല്ലോ. പരിഭ്രമിക്കേണ്ട. വേണ്ട സമയത്ത് കുരിശ് ഇവിടെ എത്തും. എന്നെ വിടൂ, എനിക്ക് എന്റെ അച്ഛനെ കാണണം. കാണാൻ പറ്റില്ലടാ. പകരുന്ന സൂക്കേടാ മോനെ. അടിച്ചിട്ട് പയ്യൻ തെറിപ്പി അടങ്ങിക്കവിടെ. എന്താണ് ഇവിടെ? ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ വന്ന് മരിച്ചുപോയി. അമ്മ വന്നാൽ മരിക്കുമോ? ഇയാൾ എവിടുത്തുകാരനാ? അമ്മയെന്ന് വെച്ചാ മസൂരി. എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല, ഇവര് പായല് പൊറഞ്ഞു വെട്ടിയിട്ടിരിക്കുക. ഓഹോ, നമുക്ക് പോയി കാണാം. പിന്നെ തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. തനിക്ക് മസൂരി വന്നിട്ടുണ്ടോ? ഇല്ല. ആ വൈദ്യനാണോ? അല്ല. തനിക്ക് ഈ കുട്ടിയെ കൂടെ കൊലക്ക് കൊടുക്കാൻ അല്ലേ? വേണ്ട. എന്നാ താനൊരു പാട്ടിന് പോ. ആ, ഞാൻ എന്റെ പാട്ടിന് തന്നെയാ പോകുന്നത്. വരൂ കുഞ്ഞെ. ഇനി അച്ഛാന്ന് വിളിക്കൂ. അച്ഛാ, അച്ഛാ. മോനെ, എന്റെ പൊന്നു മോനെ. അച്ഛാ, ഇവരെന്താണ് ഈ ചെയ്യുന്നത്? പ്രാതസ്ഥാനം കഴിഞ്ഞ് അതുപൂജ നടത്തുന്നു. അതിനിപ്പോ വെള്ളം മേൽപോട്ടെറിയുന്നത്? ആദിത്യം പിന്നെ താഴെയാണോ നിൽക്കുന്നത്? വെട്ടി അദ്ദേഹം അത് സ്വീകരിച്ചില്ലെന്ന് തോന്നുന്നു. സ്വീകരിച്ചില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മന്ത്രോച്ചാരണത്തോടെ വേദോക്തപ്രകാരം നടത്തുന്ന കർമ്മം ഭഗവാൻ സ്വീകരിക്കാതിരിക്കുവോ? സ്വീകരിച്ചെങ്കിൽ എറിഞ്ഞ വെള്ളം താഴോട്ട് പോരുമോ? എന്താ തർക്കിക്കാനാണോ അഭാവം? തർക്കിക്കാനല്ല. ദൈവത്തിന് സമർപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടുമെങ്കിൽ മേലെ തന്നെ നിൽക്കും. അതിന്റെ കുറവ് ഈ കുളത്തിൽ കാണുകയും ചെയ്യും. വെള്ളം എറിഞ്ഞ് മുകളിൽ നിർത്തുക, അതിന്റെ കുറവ് കുളത്തിൽ കാണുന്നു. കാണിച്ചു തന്നാൽ താൻ പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. എന്നെ അനുസരിക്കേണ്ട. എന്നെ അയച്ചവന്റെ മാർഗം സ്വീകരിക്കാമെന്ന് സമ്മതിച്ചാൽ മതി. ആരാ തന്നെ അയച്ചത്? മനുഷ്യജന്മമെടുത്ത ത്യാഗപര്യനായ ഈശോ മിശിഹ, ദൈവപുത്രനായ ക്രിസ്തുദേവൻ. ഓഹോ, താനാണോ കൊടുങ്ങല്ലൂര് ക്രിസ്തീയ ദേവാലയം നിർമ്മിച്ച തോമാസ് ലീഹ? അതെ. അങ്ങനെ സർവശക്തനാണ് ക്രിസ്തുദേവനെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. തന്റെ പന്തയെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. താൻ ജയിച്ചാൽ തന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കും. ഇല്ലെങ്കിലോ? നിങ്ങൾ പറയുന്നത് ഞാൻ സ്വീകരിക്കാം. ഇയാൾ പറയുന്നത് എല്ലാവരും കേട്ടല്ലോ.
എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒന്നുമില്ല. ഇയാളുടെ ദൈവശക്തി നമുക്കൊന്നും അറിയണമല്ലോ. അതെ. ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ഞങ്ങളുടെ വാക്ക് ഞങ്ങളും പാലിക്കും. തല പോയാലും വ്യവസ്ഥക്കേട് കാണിക്കുന്നവരല്ല കേരളീയർ. എത്ര പുരാതന തറവാട്ടുകാരെയാ അവൻ മതം മാറ്റിയത്. നാടിന്റെ നെടുന്തൂണായ എത്ര ഇല്ലക്കാരെയാ അവൻ മതം മാറ്റിയത്. പരദേവതയ്ക്ക് പകരം മരക്കുരിശ്. കൊടുങ്ങല്ലൂരും പാലയൂരും നെരണത്തും നിലയ്ക്കലും പൊക്കമംഗലത്തും മലയാറ്റൂരും ഒക്കെ അവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ നിർമ്മിച്ചു അത്രേ. അവൻ ഇനി ഇങ്ങോട്ടാ പുറപ്പെടാമെന്ന് കേട്ടു. വരട്ടെ വരട്ടെ. എന്റെ അപ്പൻ. എന്താ കുഞ്ഞുകുട്ട, താൻ ഈ ഭൂമുഖത്തല്ലേ കുടിയിരിപ്പ്? എങ്ങാണ്ടോ നിന്ന് കപ്പലിൽ ഒരു തുറമാ വന്നിട്ടുണ്ടത്രേ. അവൻ വിശുദ്ധനാണെന്ന്. അബദ്ധം, അവൻ അശുദ്ധനാ. അവന്റെ കൂടോത്രമൊന്നും ഈ പറവൂര് ചെലവാകത്തില്ല. അങ്ങനെയാ കാര്യം. അപ്പൊ കൊത്തി മുറത്തിക്കാർ കൊത്തി. നോം ഒന്ന് തീരുമാനിച്ചിരിക്കുക. എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ കൊലക്കൊമ്പൻ കേശവനെ അവന്റെ നേരെ അങ്ങോട്ട് അയക്കുക. അവന്റെ വയറ് കുത്തി പിളർന്ന് ആ കൊട്ടരുമാല എടുത്ത് ഭഗവതിയുടെ ബിംബത്തിൽ ആഭരണമായി അങ്ങനെ ചാർത്തിക്കാം. അതാണ് നമ്മുടെ തീരുമാനം. എന്തു പറയുന്നു? മനുഷ്യന്റെ കുടലെടുത്ത് ബിംബത്തിന് ചാർത്തുകയോ? ഓരം ഓരം. രുദ്രഭദ്രയുടെ ഉഗ്ര ശക്തി നമുക്കിന്ന് കാണണം. ഇല്ലെങ്കിൽ ശപഥമൊന്നും ചെയ്തേ. സോമ ദൈവപ്രീതി സമ്പാദിച്ചവനാണെങ്കിൽ ഏത് മതത്തിനാണെങ്കിലും എനിക്ക് കൈവിടാൻ ഒക്കുമോ? കൈവിടണം. നാം ഇന്നോളം പഴുതു തെറ്റാതെ പൂജിച്ചതിന്റെ ഫലം നമുക്ക് കിട്ടണം. പൂജിക്കുന്നത് കൊണ്ട് നിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അപരാധമാണ്. ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യ. കാഞ്ഞിരക്കാട് ആലോചിക്കാണ്ട് ഇന്നോളം അങ്ങനെ ഒരു ശബ്ദവും ചെയ്തിട്ടില്ല. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തു പറയണു. ആ സോമയുടെ കഥ ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ ഭഗവതിയുടെ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ആരെതിർത്താലും ശരി ഒരു മരക്കുറിച്ച് നമ്മൾ എടുത്ത് അങ്ങനെ അവിടെ പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠയ്ക്കും വെച്ചാൽ പ്രതിഷ്ഠയ്ക്കും. ശപഥം ചേറിപ്പോയോ എന്നൊരു സംശയം. ഇത്ര വേണമായിരുന്നു. വേണം വേണമെന്ന് നമുക്ക് നിർബന്ധമാണ്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും. വ്യക്തികള് എല്ലാം ഇവിടെ കുത്തിയിരിക്കാണോ? ആ ചുംബന്റെ എഴുന്നള്ളത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇറങ്ങി തുരത്തിനാ ഭക്ഷണന് നോക്കി നിൽക്കാതെ പോയി.
നമസ്കാരം. അവിടത്തേക്ക് ഈ പറവൂർ നിവാസികളുടെ ആർദ്രമായ സ്വാഗതം. കാഞ്ഞിരക്കാടൻ ശപഥം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദിവ്യദൃഷ്ടിയുള്ളവരുടെ മുമ്പിൽ ചെയ്തുപോയ അപരാധം മറച്ചുവെച്ചിട്ട് ആവശ്യമില്ല. മാപ്പ് ചോദിക്കുന്നു. സംശയിക്കണ്ട. ഇന്ന് തന്നെ ആ ത്യാഗത്തിന്റെ വിശിഷ്ട ചിഹ്നം ഇവിടെ പ്രതിഷ്ഠിക്കും. കേരളത്തിൽ എന്റെ ജോലി ഏതാണ്ട് പൂർത്തിയായി. ഇതിന്റെ പുരോഗതി സുശക്തമായ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം. ഇനി പാണ്ഡ്യനാടും തുടർന്നുള്ള ചോളനാടുമായിരിക്കും എന്റെ പ്രവർത്തനമണ്ഡലം. ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കും.